ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ പോകുന്നുണ്ട് എല്ലാവരുടെയും പഠിത്തമൊക്കെ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലെന്ന് തന്നെ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങിനെ കുറിച്ചാണ്, അതായത് സ്റ്റഡി പ്ലാനിങ്ങിനെ കുറിച്ച്. പലർക്കും അറിയില്ല എങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാന്നുള്ളത്. ഞാനും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആദ്യമൊന്നും ടൈം ടേബിൾ അനുസരിച്ചിട്ടൊന്നുമല്ല പഠിച്ചിട്ടുണ്ടായിരുന്നത്. തോന്നുന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു പഠിച്ചത്. പിന്നീട് സിലബസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെയല്ല പഠിത്തം, ഇതൊരു ശരിയായ രീതിയല്ല എന്നുള്ളത് മനസ്സിലായത്. അതിനുശേഷമാണ് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് പഠിത്തം തുടങ്ങിയത്. ആദ്യമായിട്ട് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതൊക്കെ പൊട്ടി പാളീസാവുകയാണ് ചെയ്തത്. ഇത് എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കി, എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും പഠിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളത്. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ടൈമുള്ള സ്റ്റഡി അല്ല ഞാൻ പറയുന്നത്, ഓൾറെഡി പഠിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. അതായത് ബിഗിനേഴ്സൊക്കെ ആണ് എങ്കിൽ അവർക്ക് ഒന്നോ രണ്ടോ ദിവസം എടുത്തു കഴിഞ്ഞാലൊന്നും ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഓൾറെഡി പഠിച്ച് വന്നവരൊക്കെ ആണെങ്കിൽ, അതായത് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് 1-2 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ ഹിസ്റ്ററിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും നമ്മളെ വീട്ടമ്മമാരുടെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാലും അവർക്ക് പഠിക്കാനായിട്ട് കുറേ ടൈം ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അവർ എക്സാം ഡേറ്റ് അടുക്കുന്നത് വരെ, അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വരെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കോച്ചിങ്ങാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സും ഉണ്ടാകും, അതിൻ്റെ പുറമെ അവിടെ എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ SCRT NCERT ഒക്കെ അവർ എക്സാംസ് നടത്തും. സോ നമുക്ക് പേടിക്കാണ്ട് പഠിച്ചാൽ മാത്രം മതി. പക്ഷെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വീട്ടിലിരുന്ന് സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു ദിവസം നമ്മൾ ഹിസ്റ്ററിയാണ് പഠിക്കുന്നതെങ്കിൽ നാളെ നമ്മൾ വിചാരിക്കും, അയ്യോ അത് തീർത്തില്ലല്ലോ, അപ്പം നമുക്ക് SCRT പഠിക്കാമെന്ന്. അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലാതെയായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. ആ സിലബസ് പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ് എക്സാംസിന് ചോദിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ PYQ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ബിഗിനേഴ്സൊക്കെ ആണ് എങ്കിൽ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷന്, ജിയോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ കാണുമ്പം തന്നെ പേടിയാവും. കാരണം അത്രയും പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം അവർക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡേയ്സ് എടുക്കുക. അതായത് ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിലും പിന്നെ ജോഗ്രഫി ആണെങ്കിലും ഒക്കെ ഒരുപാട് ഡേയ്സ് വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ പഠിക്കാൻ എടുക്കുന്നത് എങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡേയ്സ് ആദ്യം നമുക്ക് വേണ്ടി വരും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കുത്തിയിരുന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബോറടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും ഒരു സബ്ജക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അത് മാത്രം കുത്തിയിരുന്ന് പഠിക്കാതിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർസ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം പറഞ്ഞ 4 സബ്ജക്റ്റുകൾ നിങ്ങൾ എന്തായാലും ഡെയിലി നോക്കേണ്ടതാണ്. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർസ്. അതിൻ്റെ കൂടെ വേണം നമ്മൾ ഈ പറയുന്ന GK പോർഷൻസിൽ വരുന്ന ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എക്കണോമിക്സ് ആയാലും ഏതായാലും പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ഒരു സബ്ജക്റ്റ് തന്നെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ബോറടി ആയിരിക്കും, ഇട്ടേച്ച് പോകാൻ വേണ്ടി വരെ നമുക്ക് തോന്നും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ റിവിഷൻ ചെയ്ത് പോകുക എന്നുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ 2 ദിവസം ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് 3-ാമത്തെ ദിവസം നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ 2 ദിവസം പഠിച്ച കാര്യങ്ങൾ 3-ാമത്തെ ദിവസം നമ്മളൊന്ന് ഓടിച്ച് വായിച്ച് വിടണം. അതിനെയാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത്. അത് പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും 3-ാമത്തെ ദിവസം വീണ്ടും കുത്തിയിരുന്ന് പഠിക്കുന്ന കാര്യമല്ല റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ വായിക്കുക എന്നുള്ളതാണ് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എക്സാമിൻ്റെ ഡേറ്റൊക്കെ പബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ നമ്മളിതുപോലെ സിലബസ് നോക്കിയിട്ട് എത്ര ദിവസം നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് എഴുതി വെക്കുക. ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റുകൾ നമ്മൾ തീർക്കേണ്ടതുണ്ട് എന്നുള്ളത് എഴുതി വെക്കുക. ഇതുപോലെ ഈസി ആയിട്ട് നമ്മൾ പ്ലാനിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം അടുക്കുമ്പോൾ നമുക്ക് ഇത്ര ടെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ ഇതുവരെയും ടൈം ടേബിൾ ഒന്നും സെറ്റ് ചെയ്ത് പഠിക്കാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി അടുത്ത എക്സാം തൊട്ട് നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.